Loving me was all you tried when you were around. I've been told too many times now. Yeah, loving me was all you tried when you were around. I've been told too many times now. But somewhere I'll go run and hide, looking for a new start. Yeah, somewhere I'll go run and hide, looking for a new start, for a new start. Looking for a new, looking for a new, looking for a new, looking for a new. Don't wanna be trapped, don't wanna be down, don't wanna be stuck in this town. Don't wanna be trapped, don't wanna be down, looking for a new start. I have told you many times now. Yeah, can't you see that I just need to be by myself? I have told you many times now. But somewhere I'll go run and hide, looking for a new start. Yeah, somewhere I'll go run and hide, looking for a new start, for a new start. Trapped, don't wanna be down, don't wanna be stuck in this town. Don't wanna be trapped, don't wanna be down, looking for a new start. Looking for a new start. Don't wanna be trapped, don't wanna be down, looking for a new start. Yeah, somewhere I'll go running hide, looking for a new start. Looking for a new start. Don't wanna be trapped, don't wanna be down, looking for a new start. Looking for a new start. Don't wanna be trapped, don't wanna be down, looking for a new.
വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെയാണ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ വളർന്നുകളയുക. ഞങ്ങളുടെ രക്ഷകനായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജാവിനെ അവൾ സന്ദർശിക്കും. തൊഴിലാളും കന്യകമാർ അവളെ അനുഗ്രഹിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാ. നിന്റെ മക്കൾ വിശക്കിലെത്തും ശൈത്യമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നീ സന്തോഷിക്കുക. തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ആഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത വിശുദ്ധ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. Thank you.
അങ്ങനെ സ്വഭാവം അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കർമ്മകാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ സർവ്വജ്ഞനായ ഭരണകർത്താവിൽ വസിക്കുന്നവരുടെ വിസ്മയീയനായ പരിപാലകൻ, സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിന് തുല്യം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ നീക്കും. മിശിഹായെ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാവർക്കും വേണ്ടി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അറിയിക്കും. ക്രിസ്തുവിനോട് ബഹുമാനത്തിൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും. ഭാര്യമാർ, നിങ്ങൾ കർത്താവിൽ എന്നപോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. എന്തെന്നാൽ ക്രിസ്തുവിന്റെ ശരീരമായി സഭയിൽ ശിരസ്സായിരിക്കുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകൻ. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയും ചുളിവും മറ്റു കുറവുകളും ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ അലങ്കരിക്കുകയും പരിശുദ്ധിയുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തിൽ അതുപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയിൽ എന്ന പോലെ അവരതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവരുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോട് ബന്ധപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം.
യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും നിരന്തരം ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീട്ടിലിരുന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീണില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമുണ്ട്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകനോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 3 വെള്ളമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോട് നിറച്ചു. ഇനി പകർന്ന് തലവറക്കാരന്റെ അടുത്തുകൊണ്ട് ചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തല വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചുവല്ലോ. ഈശോയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലേക്ക് ആദായം ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതുപോലെ തന്നെ ഏറ്റവും സ്നേഹത്തോടെ ഇദ്ദേഹത്തിന്റെ എല്ലാ അറിവുകളും ആശംസകളും പ്രാർത്ഥിക്കുന്നു. കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും കുടുംബക്കാരുടെയും നമ്മുടെ സ്നേഹിതരുടെയും ഒക്കെ പേരിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ധീരമായ ഈ ഒരു തീരുമാനത്തെ അത്യധികം അഭിനന്ദിക്കുകയാണ്. നിങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരും അത് സന്തോഷിക്കുന്നു. വിവാഹം എന്ന ഈ ഉദാശയിലൂടെ ഒരു കുടുംബത്തിൽ രൂപപ്പെടുത്തുവാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിങ്ങളുടെ നല്ല മനസ്സിനെ ആദ്യമേ അഭിനന്ദിക്കുന്നു. തമ്പുരാന് നിങ്ങളെയോ ഞങ്ങൾ നന്ദി പറയുകയാണ്. 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിതം ഏറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതിന് വിലയെല്ലാം മറിച്ചെത്ര വില കൊടുത്താണെങ്കിലും ഞാൻ സ്വന്തമാക്കുന്ന വസ്തു നല്ലതായിരിക്കണം, ഏറ്റവും നല്ലതായിരിക്കണം, തിരഞ്ഞെടുക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നവരാണ്. ഇന്ന് യുവാക്കളുടെ ഉദാശിയോടെ ജനങ്ങളുടെയും ഒന്നിക്കുമ്പോൾ എനിക്കോട് പറയുവാനായിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. ജപിരസിത്തോളം ഇന്ന് മുതൽ മരണം വരെ, അവസാനം വരെ, യുവാക്കൾ നിലനിൽക്കുന്ന കാലത്തോളം തൻ്റെ ജീവിതത്തിന് ഏറ്റവും നല്ലതിനെയാണ് ഞാൻ തിരഞ്ഞെടുത്തത് എന്നുള്ള ഒരു ഉറപ്പ് ബോധ്യവും ഉണ്ടാകും. തിരിച്ച് തുടങ്ങിക്കുന്നത് തന്നെയാണ്. എന്നെ ഏറ്റവും മനോഹരമായതും നല്ലതുമാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു പരമമായ ഒരു തീരുമാനത്തിലേക്കും ബോധ്യത്തിലേക്കും ഇന്നേ ദിനം കടന്നു വരുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ആഘോഷവും ആർഭാടങ്ങളും ഒക്കെ ചുറ്റുപെട്ട് കിടക്കുമ്പോഴും നിങ്ങളുടെ ആയിട്ടുള്ള മനസ്സുകൾ ഒത്തിരി കലുഷിതമാണ് എന്ന് അച്ഛനെ മനസ്സിലാക്കുവാൻ വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. പറഞ്ഞതുപോലെ ഈ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുവാനായിട്ട്, തിരിച്ചറിയുവാനായിട്ട് ജീവിതയാത്രയിൽ ഇതിനും തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് പരസ്പരം അറിയുവാൻ സാധിക്കണം. തമ്പുരാനെ, എൻ്റെ ഏറ്റവും നല്ലതിനെയാണല്ലോ ഞാൻ തിരഞ്ഞെടുത്തത്. ദുരിതത്തിന് ഒരു ദിവസം കൂടിയാണ് ജീവിതത്തിൽ. പ്രിയപ്പെട്ട ജനീന്ദ്രവ, നാളെ മുതൽ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് മുതൽ ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുവാനായിട്ട് നിർമ്മിക്കപ്പെടുകയാണ്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഒരു കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട്
നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതം കണ്ടു, പ്രിയപ്പെട്ട ജീവിതം കണ്ടു, ഒരു കുടുംബത്തിന് എങ്ങനെ രൂപം കൊടുക്കണമെന്ന് നിങ്ങൾ പഠിച്ചു. അത് കണ്ടെത്തി ഇന്ദിന ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുവാനായിട്ട് സ്വയം നിങ്ങൾ നിർബന്ധിതരായി മാറ്റപ്പെടുകയാണ്, സ്വയം തെരഞ്ഞെടുക്കുകയാണ്. അതിനെയാണ് ധീരത എന്ന് അതിനെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, ഇന്ന് മുതൽ ഒരു ജീവിതത്തിന് ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ നിങ്ങൾ രണ്ടുപേരും പുറപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിരുന്നുണ്ടായി കാനാനിലെ വെള്ളം വീഞ്ഞാക്കുന്ന ഘട്ടമാണ്. പരിശുദ്ധ അമ്മ അവരോട് പറയുന്നു, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. ഒരു വിഷയം കുടുംബ ജീവിതത്തില് ജപിയുടെയും കൃപയുടെയും ഉത്തരവാദിത്വവും കടമയും ഇതാണെന്ന് വിശ്വസിക്കുകയാണ്. ജീവിതത്തിലെ അവസരത്തിലും ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ദൈവകൃപയാ അമ്മയും അപ്പനും എന്ന നിലയിൽ, കുടുംബനാഥനും കുടുംബനാഥിയും എന്ന നിലയിൽ ജീവിതത്തിലെ അവസരങ്ങളിലൊക്കെ സ്നേഹത്തിന്റെ ലഹരി നഷ്ടപ്പെടുമ്പോൾ പരിശുദ്ധയെ പോലെ ഇത് തിരിച്ചറിയുവാനായി നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബങ്ങളിലെ കുടുംബസ്ഥാപനങ്ങളിൽ ഒരുപാട് സ്നേഹത്തിന്റെ ലഹരി നമുക്ക് കുറഞ്ഞു പോകുന്നുണ്ട്, പരസ്പര ധാരണയുടെ ലഹരി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവിടെയൊക്കെ ഒരു ഭാര്യയെ നിലയിൽ ഭാര്യ ജീവിതത്തിന്റെ കുറവ് കാണുമ്പോൾ നിന്റെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ലഹരി നഷ്ടപ്പെട്ടു. അത് കണ്ടെത്തുവാൻ ഒരു പക്ഷേ ജന്മിന് സാധിക്കുന്നില്ലെങ്കിൽ മറ്റാർക്കും സാധിക്കുകയില്ല. തന്നെയാണ് ജന്മിന്റെ ജീവിതത്തില് പരസ്പര ധാരണയുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഒക്കെ ലഹരി നഷ്ടപ്പെടുമ്പോൾ ആ ലഹരി നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുവാനായിട്ട് കൃപയ്ക്ക് സാധിക്കുന്നതിനെങ്കിൽ കുറവതി ആർക്കും സാധിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കുക. ജീവിതയാത്രയില് സ്നേഹത്തിന്റെയും കരുതലിന്റെയും പരിഗണനയുടെയും അതോടൊപ്പം തന്നെ അനുബോധനത്തിന്റെയും അംഗീകാരത്തിന്റെയും ഒക്കെ ലഹരി നഷ്ടപ്പെടുമ്പോൾ നല്ലതരാനെ അത് തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ കൂടി ഇന്നേ ദിനം നിങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ച് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, കുടുംബാംഗങ്ങളെ, നിങ്ങളോട് വെച്ച് കഴിയുവാനായിട്ട് ഒരു കാര്യമുണ്ട്. വിഷമാവുന്ന വിചാരിക്കും, പ്രിയപ്പെട്ട വിചാരിക്കും, വിവാഹ ജീവിതത്തിലെ മക്കളെ പിടിച്ചു നടത്തുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ തീർന്നു എന്നാണ് വിചാരിക്കുക. ഇനി സ്വസ്ഥമാകാം, ശാന്തമാകാം, അവരുടെ ജീവിതത്തിൽ അവരെ വിട്ടുപിടിക്കുക. നമുക്കറിയാം, നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട മക്കളെ വളർത്തിക്കൊണ്ടുവന്ന കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ അവർ ചെറുപ്പമായിരുന്നപ്പോൾ നിങ്ങളെ കണ്ടാണ് നടക്കുവാൻ പഠിച്ചത്, നിങ്ങളെ കണ്ടാണ് ഭക്ഷിക്കുവാൻ പഠിച്ചത്, നിങ്ങളെ കണ്ടാണ് സംസാരിക്കുവാൻ പഠിച്ചത്. കുടുംബ ജീവിതത്തിന് ഇത് പുതിയൊരു രൂപം കൊടുക്കുവാൻ ഇവർ തയ്യാറാകുമ്പോൾ മനോഹരമായ കുടുംബ ജീവിതം കണ്ടുപിടിക്കുന്നതും നമ്മളുണ്ടാകണം. ഇവരുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഇവർ നടക്കുവാൻ പഠിക്കുന്ന കാലഘട്ടത്തില് കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ അവർ വീണപ്പോൾ പിടിച്ചെഴുതിച്ചു. മക്കളെ തീയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഒരുപാട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപകടം കാണുമ്പോൾ അത് അവിടെ പോകുവാൻ പാടില്ല, അതിനെ സ്പർശിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് തിരുത്തലുകൾ ഇവർക്ക് നൽകിയതുകൊണ്ടാണ് ഇത് ദൈവത്തിന് ഇവരെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. നമ്മൾ തന്നെ വിശ്വസിക്കുകയാണ്, ഇന്ന് നമ്മൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ്. ഒരു വിശുദ്ധനോടുള്ള ജീവിതയാത്രയിൽ ജപിയുടെയും കൃപയുടെയും ജീവിതത്തിന് കുറവുകൾ താളപ്പഴം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനകളിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. നാളെ സ്നേഹത്തിന്റെ കൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ സാന്നിധ്യത്തിൽ എവിടെയൊക്കെയോ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഏതാനും നിമിഷം കഴിയുമ്പോൾ കൃപയും ദൈവസന്നിധിയിൽ പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു വാഗ്ദാനമാണ്, ഒരു സമർപ്പണമാണ്. അതിനുശേഷം ബൈബിൾ തൊട്ടുകൊണ്ട് ചില വാഗ്ദാനങ്ങൾ സഭയോടും ദൈവത്തോടും ഒക്കെ കേട്ട് പറയുകയാണ്. ഇന്ന് മുതലാം മരണം വരെ ഏതൊക്കെ ജീവിത അവസരത്തിലാണെങ്കിലും ഞങ്ങൾ ഒരു ഏക മനസ്സോട് കൂടെ ജീവിച്ചു കൊള്ളാം. ഇന്ന് മുതൽ മരണം വരെ ഏതാണ്ട് നാളത്തേക്കൊന്നല്ല, അത് ജീവിതത്തിൽ ഏത് അവസ്ഥയിലാണെങ്കിലും ഞങ്ങൾ ഒരുപോലെ ദാരിദ്ര്യമാണെങ്കിലും സമ്പന്നതയാണെങ്കിലും രോഗമാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും കഷ്ടതയുണ്ടെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ ഏക മനസ്സോടെ, രണ്ട് മനസ്സോട് കൂടെയല്ല, ഏക മനസ്സോട് കൂടെ. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത് ജപനീയ പ്രദേശത്തോളം ഇനി മുതൽ എന്റെ ആഗ്രഹങ്ങളില്ല, എന്റെ സ്വപ്നങ്ങളില്ല,
ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ സ്വപ്നങ്ങളുമാണ്. നാളെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാകും, ജീവിതത്തെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും. പക്ഷേ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ ജബിൽ സ്വന്തമായ കാഴ്ചപ്പാടുകളോ സ്വന്തമായ ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഇല്ല. കാരണം നിന്റെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് കൃപയുടെ സ്വപ്നങ്ങളാണ്. കൃപയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ജബിയുടെയും പ്രതീക്ഷയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ എന്റെ സ്വപ്നങ്ങൾക്കോ എന്റെ പ്രതീക്ഷകൾക്കോ അസംഗം വലിച്ച് ഇനി ഞങ്ങളുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മനോഹരമായ ദിനത്തിന് സന്ദേശം തന്നെയാണ് 3 വ്യക്തികളുടെ അനുഗ്രഹം നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുക ജീവിതത്തിന്. പക്ഷേ ഈ കാലഘട്ടത്തിൽ കുടുംബങ്ങളിൽ നിന്നും അന്യം നിന്ന് പോകുന്ന ഒരു വലിയ സാധ്യതയാണ്. ഞങ്ങൾ വലിയ വളരെ സങ്കടം തോന്നും. വിവാഹങ്ങൾ ആശീർവദിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കണ്ടു പോകുമ്പോൾ, ഞങ്ങൾ ഒരുപാട് വിവാഹങ്ങൾ ആശീർവദിക്കുമ്പോൾ, ഇതുപോലെ പങ്കെടുക്കുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് നമ്മൾ അറിയുന്നവരെ മാത്രമല്ല, ഏതൊരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോഴും എല്ലാ വ്യക്തികളുടെയും പ്രാർത്ഥനകൾ തന്നെയാണ്. കാരണം ദൈവം ചെയ്യുന്ന ഒരു വലിയ ദൗത്യവും അനുഗ്രഹവും വിവാഹം ആശീർവദിക്കുക. ആശീർവദിക്കുമ്പോൾ ഉള്ളിൽ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ 1000 അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. തമ്പുരാനെ, ദൈവം എനിക്ക് ഒരിക്കൽ പോലും ഇത് വേർപെടുവാനായിട്ട്, ഒരിക്കൽ പോലും ഇത് പരസ്പരം പോകാനായിട്ടുള്ള അവസരം വരികയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് ചാർട്ടിൽ സൂചിപ്പിച്ചത്, നിങ്ങൾ ഒന്നിക്കലും വേർപെടലുകൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പൊ 3 വ്യക്തികളുടെ ഒരു പ്രാർത്ഥന എന്നും ആവശ്യമാണ്. ഒന്ന്, ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാ ദിവസവും ഒന്നുമില്ല. ഇന്ന് നമുക്കറിയാം, ഇവിടെ ആയിരിക്കുമ്പോൾ ഈ തിരുനാമത്തിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മാത്രമല്ല, ഈ മുന്നോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഓരോ നിമിഷങ്ങളും പഠിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം എന്നും ഉണ്ടാക്കണം പ്രാർത്ഥനകളിലൂടെ. 2 പ്രധാനപ്പെട്ട നമ്മുടെ മാതാപിതാക്കന്മാരെ അനുഗ്രഹങ്ങൾ. പ്രിയപ്പെട്ട ജനിക്കുന്ന വചനം പറയും, അവരുടെ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചെയ്യുക, ഭർത്താവിനോട് ചെയ്യുക. സത്യമാണ്, ചേരണം. അതിനുവേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. നമ്മൾ പരസ്പരം ചെയ്യുമ്പോൾ അത് ഒന്നിനെയും അകറ്റി നിർത്തുവാനായിട്ടല്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്നു ചേരുമ്പോൾ, ഭാര്യയെ ഒന്നു ചേരുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാരെയോ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയോ അകറ്റി നിർത്തുവാനായിട്ടല്ല, അവരോട് ചേർന്ന് നമ്മൾ ചേർന്ന് നിൽക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ ദിവസവും മാതാപിതാക്കന്മാരെ അനുഗ്രഹം പ്രാർത്ഥിക്കുക, ചോദിക്കുക. പ്രതീക്ഷ ഇങ്ങനെയാണ്, കുടുംബത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രാർത്ഥന സൂക്ഷിക്കൊണ്ടാകണം. അതിൽ തീർച്ചയായിട്ടും മാതാപിതാക്കളെ ചോദിച്ചുകൊണ്ടാകണം ദൈവാലയം കടന്നു വന്നിട്ടുണ്ടാകുക. അതിന്റെ അനുഗ്രഹം പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൽ ഒരു ദിവസം പോലും അവരുടെ അനുഗ്രഹങ്ങൾ ചോദിക്കാതെ, ഒരു അനുഗ്രഹം പ്രാർത്ഥിക്കാതെ നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകരുത്. 3-ാമതായിട്ട് പരസ്പരം അനുഗ്രഹിക്കുക. ജബിലും ഹൃദയം ഓരോ ദിനവും പരസ്പരം നന്മകൾക്ക് വേണ്ടി അനുഗ്രഹിക്കുക. കൃപ എനിക്ക് ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ടു ആ പേര് തന്നെ. കൃപയുള്ളതായിട്ട് മാറ്റപ്പെടട്ടെ. കടന്നു ചെല്ലുന്ന കുടുംബത്തിനും നമ്മൾ ആയിരിക്കുന്ന കുടുംബത്തിനും നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾക്കും നിന്റെ ജീവിതം ഒരു അനുഗ്രഹവും കൃപയുമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കൃപയുടെ അനുഗ്രഹത്തിന്റെ നിറവുകൾ ജബിലേക്കും അവരുടെ മാതാപിതാക്കളിലേക്കും ബന്ധുജനങ്ങളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും വർദ്ധിപ്പിക്കുവാനായിട്ട് വർദ്ധിപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് പരസ്പരം സാധിക്കട്ടെ എന്ന് കൂടി അച്ഛൻ പ്രാർത്ഥിക്കുകയാണ്. ഇവർ ഏതാനും ചെയ്യുമ്പോൾ കരമിനെ ചേർത്ത് പിടിക്കുക. എന്താണെന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കന്മാരും ബന്ധുമാരും ഒക്കെ ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഇന്ന് ഇവർ നിങ്ങൾക്കും ഒരു ചിന്തയ്ക്ക് നിമിത്തമായിട്ട് മാറുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദേവാലയത്തില് ഏതെങ്കിലും ദേവാലയത്തിൽ വെച്ച് നിങ്ങളും പരസ്പരം കരങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ജബിനും കൃപയും കരങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ജബിന്റെ കരത്തിലേക്ക് കൃപയോട് വളരെ വെച്ചു പിടിക്കുമ്പോൾ കൃപ പറയാതെ ഉള്ളിൽ പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നു മുതൽ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ എന്റെ ജീവിതം നിന്റെ കാര്യങ്ങളിൽ സുരക്ഷിതമാണ്. കൈയെടുത്തിരിക്കുമ്പോൾ ഒന്ന് ഓർമ്മ അവരുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും അതാണ്. പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ്. വിശ്വസിക്കുകയും വിശ്വസിക്കുക. ഇന്ന് മുതൽ ഈ കാര്യങ്ങളിൽ എന്റെ ജീവിതം സുരക്ഷിതമാണ്.
തിരിച്ച് പക്ഷേ അന്നേരം ജപിന് മനസ്സിലാക്കാം, ജപിനും തിരിച്ചറിയാം. അവളെ കരങ്ങളിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ അവർക്ക് ഞാനൊരു വാഗ്ദാനം കൊടുക്കുന്നു, ഒരു വിശ്വാസം കൊടുക്കുന്നു. നീ ഭയപ്പെടേണ്ട, ഈ ജീവിതയാത്രയിൽ ഞാൻ എന്നും നിന്റെ സുരക്ഷിതമായ കരങ്ങളിൽ നീ ഉണ്ടായിരിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഒരുപക്ഷെ ഇവര് ആ ഒരു വാഗ്ദാനം വ്യക്തി പറയുമ്പോൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം, ഈ ജീവിതയാത്രയിൽ നമ്മൾ ഒരിക്കൽ എവിടെയോ പറഞ്ഞു മറന്നു പോയ ഒരു വാഗ്ദാനമാണ് ഇന്ന് മുതൽ മരണം വരെ ഈ അവസരങ്ങളിൽ എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന്. ഇത് വളരെ തിരിച്ചു പോകുമ്പോൾ അതൊരു ഓർമ്മപ്പെടുത്താനായിട്ട് മാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്നുള്ള തീരുമാനത്തോടുകൂടെയാണ്, ആഗ്രഹത്തോടുകൂടെയാണ് ഞങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഖലീജ് ബ്രാൻഡ് മനോഹരമായ ഒരു ചിന്തയോടുകൂടെ അവസാനിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് പിറന്നു വീണവരാണ്, നിങ്ങൾ ഒരുമിച്ച് തന്നെ വളർന്നിടുക. സങ്കടങ്ങളുടെ ആഴക്കടലിലൂടെ കടന്നു പോകുമ്പോഴും നിരാശയുടെ ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോഴും ഒന്നിച്ചു തന്നെ വാഴുക. നിങ്ങളുടെ ഒരുമിപ്പികളെ അകലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ അറിയുവാനായുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. പരസ്പരം നിങ്ങൾ നമുക്ക് അറിയുവാൻ സാധിക്കട്ടെ. ഞങ്ങളുടെ ഒരുമിപ്പികളെ അകലങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വ്യാപകമായി ജീവിതം നയിക്കുവാൻ ദൈവസ്വഭാവന ആത്മീയനായ സംരക്ഷണമായി നിന്റെ പ്രമാണങ്ങളനുസരിച്ച് ആത്മീയങ്ങളുടെ ജീവിതമനുസരിച്ച് സത്യത്തിൽ പങ്കുകാരാകുവാൻ വിവാഹത്തിന്റെ അത്യന്തത്തെ പഠിപ്പിച്ച വിശുദ്ധായി പരസ്പര സ്ഥിതിയോടും ചാരിത്ര സ്ഥിതിയോടുകൂടി സമ്പർക്കമായി ജീവിതം നയിക്കുവാൻ
വിഷയയുടെ നിയമവും തിരിച്ചവരുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടുകൂടി ഫിലിപ്പിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. ഈ ഉടമ്പടി അടയാളമായി പരസ്പരം വളർത്തുകയും ചെയ്യുന്നു. അബ്രഹാമിൻ്റെയും ഇസ്രായേലിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിലുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപാകരം ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശ്വാസത്തിലും സ്നേഹത്തിലും മധുരമായ ബന്ധിപ്പിക്കുന്ന ഈ കാര്യം ദയാപൂർവ്വം ആശീർവദിക്കാനും ഐക്യത്തിന് പ്രത്യേകമായ വ്യക്തമായ സ്നേഹത്തിന് പൂർണ്ണമായ വിശ്വസതയും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യ സന്തോഷത്തോട് സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് കരുത്തരായി ജീവിക്കുവാനും ഇതിൽ മുതിരുന്നതായിരിക്കും കുറിച്ച് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതവരുടെ വിശ്വസ്തരെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വിശുദ്ധന്റെ അടയാളമായി ഇവർ പരസ്പരാണെങ്കിലെ മോചനങ്ങൾ ആശീർവദിക്കണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൃപാകരത്തിന്റെ അനുഷ്ഠിതത്താൽ വിശാലമായ ഈ മന്ത്രകോടി ആശീർവദിക്കണം. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ നീ ഗർഭത്തികാലം അനുഗ്രഹിക്കണം. നിന്റെ മണവാട്ടിയെ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ സൗഭാഗ്യമേകാൻ ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സായി ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവത്തെ ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവർ നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ വിഷയ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവ് സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങൾ ചൊല്ലിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിനും അവർ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവർ നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവായൻ സ്നേഹനാഥാ, വാവായൻ യേശുനാഥാ, വാവായൻ സ്നേഹനാഥാ, വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങെൻ്റെയുള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അങ്ങെൻ്റെയുള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ മധ്യകാലങ്ങളിലെ അന്നത്തിന്റെ പരത്തിൽ നീക്കണമേ. അങ്ങനെ സമർപ്പിക്കുന്ന നന്ദിയുടെ കാത്തുകൊള്ളണമേ. അപരാധയും സഹായവും ഉപേക്ഷിക്കുകയും അഭേദ്യമായ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായിരിക്കുന്നു. Mitrame
These are the things that I need to pray, 'cause I can't find peace any other way. I'm a mess underneath and I'm just too scared to show it. Everything's not fine and I'm not okay, but it's nice to know I can come this way. When I'm with you, I feel the real me finally breaking through. It's all because of you, Jesus. Anytime, anywhere, any heartache, I'm never too much for you to take. There's only love, there's only grace when I'm with you. Yeah, when I'm with you. Yeah, nobody knows me like you do. No need for walls, you see right through every hurt, every scar, every secret. You just love me. Oh, when everything's not fine and I'm not okay, it's nice to know I can come this way. When I'm with
I'm here just as I am, bruised or broken, I don't have to pretend. Well,